നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തരംഗമായ വിവാദങ്ങൾ പടുത്തുയർത്തിയ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പ്രേക്ഷകരടക്കം കണ്ട ഒരു വീഡിയോ ഓർക്കുന്നുണ്ടാവും. ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നല്ല ആക്ടറെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഗീതജ്ഞൻ. തീർച്ചയായിട്ടും അതിനുശേഷം ഒത്തിരി പ്രേക്ഷകർ, ഒത്തിരി മീഡിയക്കാർ ഒത്തിരി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 50% മീഡിയക്കാരും ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കഴിവിനല്ല അളന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി, ആ ഒരു വേദിയിൽ, പൊതുവേദിയിൽ ഉണ്ടായ മോശവത്തായ രീതിയിലുള്ള ആ ഒരു പ്രവൃത്തിക്കെതിരെയാണ് ഈ മീഡിയക്കാർ കംപ്ലീറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു വീഡിയോസിന് അടിയിലായിട്ട് വരുന്ന വളരെ മോശവത്തായ രീതിയിലുള്ള കമന്റ്സുകൾ വായിച്ചാൽ അറിയാം ആരാണ് തെറ്റുകാരൻ എന്നുള്ള കാര്യം. ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോന് താഴെയായിട്ട് വന്നിട്ട് ഒത്തിരി പേർ ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വളരെ നല്ല മനുഷ്യനാണ് അല്ലെന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ള കാര്യമല്ല ഇവിടെ പ്രതിപാദിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു പൊതുവേദിയിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അധിക്ഷേപമുണ്ട്. ആ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കുന്നത്. അത് ഇത്രയും പ്രേക്ഷകർ അത്രയ്ക്ക് വലിയ പൊട്ടന്മാരൊന്നുമല്ല. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടറെ വളരെ മോശമായ രീതിയിലാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അതിനെതിരെ മാത്രമാണ് പ്രതിഷേധിച്ചിരിക്കുന്നത് ഓരോ മീഡിയക്കാരും. അല്ലാതെ ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു മഹാനായ സംഗീത സംവിധായകൻ വളരെ മോശം സ്വഭാവമാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ നമുക്ക് ഹൃദയത്തിലേറ്റിരിക്കുന്ന ഓരോ പ്രേക്ഷകരുണ്ട്. ഞാനടക്കം അതിൽ ഉൾപ്പെടുന്ന ആളാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ മോശവത്തായ രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ടില്ല, ആ ഒരു പൊതുവേദിയിൽ നടന്ന കാര്യം ഡയറക്ട്ലി കണ്ടപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നതാണ്. അതൊരു തെറ്റായ ഒരു വളച്ചൊടിക്കൽ ഒരു കാരണവശാലും ചെയ്യുന്നത് ശരിയല്ല. ഒത്തിരി കമന്റ്സുകൾ വരുന്നുണ്ട്. ആ കമന്റ്സിൽ ഉൾപ്പെടുന്ന ഒരു കമന്റ്സ് ആണ് ഈ പറയുന്ന ആ ഒരു വ്യക്തി ആസിഫ് അലിയോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും മാപ്പ് പറഞ്ഞോ ഇല്ല എന്നുള്ള കാര്യം നമ്മളൊന്നും നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റ് മീഡിയയിലൂടെ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ആ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് സങ്കടത്തിലാക്കിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു വേദിയിൽ, ആ പൊതുവേദിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവൃത്തിക്കെതിരെയാണ് പ്രേക്ഷകർ പ്രതികരിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വിവാദം വളരെ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരു വിവാദമാണ്. കാരണം ആ പൊതുവേദിയിൽ വെച്ച് ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ, തികച്ചും ഒത്തിരി സിനിമകൾ ചെയ്ത ആക്ടറാണ്, മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു ആക്ടറാണ് ആസിഫ് അലി. അദ്ദേഹം ആ പൊതുവേദിയിൽ വെച്ച് ആ ഒരു ഉപഹാരം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റിജക്ട് ചെയ്യുന്ന ഒരു മൂമെന്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെതിരെയാണ് പ്രേക്ഷകരടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വ്യക്തി അന്നേരം ആ പൊതുവേദിയുടെ സാന്നിധ്യത്തിൽ കാണിച്ചത് വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോന് താഴെയായിട്ട് ഒത്തിരി മോശവത്തായ രീതിയിലുള്ള കമന്റ്സും നല്ല രീതിയിലുള്ള കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് കൈയെടുത്താൻ പറ്റില്ല. അവര് കൈകളിൽ നിന്നാണ് ആ ഒരു കമന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു കമന്റ്സും അത് അവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതുപോലെ മോശവത്തായ കമന്റ്സും നല്ല കമന്റ്സും ഇട്ടുകൊണ്ടിരിക്കുന്നത്. സംഗീതജ്ഞന് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രായത്തിന് ഒത്തിരി ബഹുമാനിച്ചിട്ടുണ്ട് ഈ ആസിഫ് അലി. അതിനുശേഷം ഒത്തിരി മീഡിയകൾക്ക് മുൻപിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രായത്തെയും അദ്ദേഹത്തിന്റെ കലാപരമായ ലെവലിനെയും മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം വീണ്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഓരോ വാക്കുകളും ഈ പറയുന്ന രമേശ് നാരായണനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാക്കുകളാണ് ആസിഫ് അലി ഈ ഒരു നിമിഷം വരെയും ചെയ്തിട്ടുള്ളത്. ഒരു പൊതു ചടങ്ങിലുണ്ടായ ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം മുതലുള്ള വീഡിയോ, ഒത്തിരി വീഡിയോസ് ഇപ്പൊ തീർച്ചയായിട്ടും യൂട്യൂബിലൊക്കെ തരംഗാവുന്നുണ്ട്. അദ്ദേഹം വരുന്ന സമയം മുതൽ എത്ര പേരെ റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് ആ പൊതുവേദിയിൽ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു മഹാനായ ആക്ടർ എന്ന് തന്നെ വേണം പറയാൻ. രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നത് അദ്ദേഹത്തെ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ശ്രദ്ധിച്ചിട്ടില്ല, അദ്ദേഹം പോയത് കണ്ടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ തരംഗമായതിനു ശേഷം പിറ്റേ ദിവസമാണ് ആ രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു മഹാനായ മ്യൂസിക് ഡയറക്ടർ, അതുപോലെ സംഗീതജ്ഞൻ, ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഗുരു എന്ന് തന്നെ പറയാം, ചടങ്ങ് ആ ഒരു വീഡിയോ തരംഗമായതിനു ശേഷം, വിവാദമായതിനു ശേഷം മീഡിയക്ക് മുൻപിൽ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിച്ചില്ല, അദ്ദേഹം പോകുന്നത് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യമൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം മീഡിയക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റ്സും, ആസിഫ് അലിയുടെ ഓരോ മൂവ്മെന്റ്സും ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മൂവ്മെന്റ്സ് നമ്മൾ ഡയറക്ട്ലി കണ്ടതാണ്. ഒത്തിരി നേരം സെർച്ച് ചെയ്ത് കണ്ടാണ്. യൂട്യൂബിൽ തന്നെ ഒത്തിരി ആളുകൾ, ഒത്തിരി പ്രേക്ഷകർ, മലയാളികൾ തന്നെ പ്രതിഷേധിച്ചിരിക്കുകയാണ് ആ ഒരു പൊതുവേദിയിൽ ആസിഫ് അലി പ്രതിഷേധിച്ചതിനെതിരെ. ഈ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിന് താഴെ വന്ന് പറയുന്നത് ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു മഹാനായ മ്യൂസിക് ഡയറക്ടർ വളരെ നല്ലവനാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, വളരെ നല്ലവനാണ്. പക്ഷെ ആ ഒരു പൊതുവേദിയിൽ അധിക്ഷേപിച്ചത് ശരിക്കും അധിക്ഷേപിക്കൽ തന്നെയാണ്. ഉപഹാരത്തിനാണ് ആ ഒരു പൊതുവേദിയിൽ വാല്യൂ ഉള്ളത്. അല്ലാതെ ആരാണ് തരുന്നത്, അദ്ദേഹത്തിന്റെ എന്താണ് കഴിവ്, അദ്ദേഹം എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ, അയാൾ സംഗീതജ്ഞനാണോ, അതൊക്കെ അളന്നിട്ടല്ല സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു പൊതുവേദിയെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഓരോ കമന്റ്സുകൾ വീഡിയോക്കടിയിൽ വരുമ്പോൾ, ഓരോ
പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര മോശവത്തായ രീതിയിൽ അദ്ദേഹത്തിന് കമന്റ്സ് ഇടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കമന്റ്സ് ഇടാം. പക്ഷെ ആ ഒരു കമന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു സംഗീതജ്ഞന്റെ ഒത്തിരി പാട്ടുകൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ കഴിവുകൾ വേറൊരു തലമാണ്, അത് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു പ്രവൃത്തി വളരെ മോശവത്താണ്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്കും പൊതുവേദിയിൽ തന്നെ വെച്ച് മാപ്പ് പറയണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവെ മറിച്ച് അദ്ദേഹത്തിനാണ് ഈ ഒരു അധിക്ഷേപം വന്നിരുന്നെങ്കിൽ ലോക മലയാളികൾ ഇതേപോലെ തന്നെ പ്രതികരിച്ചാനേ. പക്ഷെ ആ ഒരു സെക്കൻഡുകളും ആ ഒരു മൂവ്മെന്റ്സും ശ്രദ്ധിച്ചാൽ അറിയാം. ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉപഹാരം കൊണ്ട് കൊടുക്കുന്നു, അദ്ദേഹം റിജക്ട് ചെയ്യുന്നു, വേറെ ആൾ വിളിക്കുന്നു. ആ ഒരു സെക്കൻഡുകളും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ. വളരെ സങ്കടപരമായ രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു ഓരോ രംഗങ്ങളും. തീർച്ചയായിട്ടും അത് ഓരോ പ്രേക്ഷകരുടെ മനസ്സിനും വേദന ജനിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആഴത്തിൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെയും രമേശ് നാരായൺ എന്ന് പറയുന്ന ഈ ഒരു ലെജൻഡിനെയും കമ്പയർ ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇറക്കിയതെന്ന് ഉദ്ദേശം ഈ പറയുന്ന രണ്ട് കലാകാരന്മാരും രണ്ട് തലങ്ങളാണ്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് വേറെ തലാണ്, ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ഈ ഒരു ലെജൻഡ് വേറൊരു തലാണ്. രണ്ടുപേരും നമുക്ക് അഭിമാനാർഹരായ രണ്ട് വ്യക്തികളാണ്. തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാനുള്ള കാരണം ഒത്തിരി പൊതുവേദിയിലെ ചടങ്ങുകളിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ വീഡിയോസും ഈ പറയുന്ന രമേശ് നാരായണന്റെ വീഡിയോസും നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്വഭാവ സഞ്ചാരം വ്യത്യാസമുള്ളത് കൊണ്ട് മാത്രമാണ് ലെജൻഡായ AR റഹ്മാനെയും രമേശ് നാരായണനെയും കമ്പയർ ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും AR റഹ്മാന്റെ ഫാൻസ് ആയാലും രമേശ് നാരായണന്റെ ഫാൻസ് ആയാലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.